നമ്മുടെ പ്രേക്ഷകരെ നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് നിങ്ങളുടെ നാളെ എന്ന ജ്യോതിഷ വിഷയമാകുന്നു. നിങ്ങളുടെ നാളെ 2025 ജൂലൈ മാസം 10-ാം തീയതി, അതായത് 1200 മിഥുനമാസം 26-ാം തീയതി, ഗുരുവാരം, വ്യാഴാഴ്ച. നാളെ വ്യാഴാഴ്ച തൃശ്ശൂർ സൂര്യോദയം കാലത്ത് 6:12-നും അസ്തമയം വൈകിട്ട് 6:47-നുമാകുന്നു. നാളത്തെ രാഹുകാലം വ്യാഴാഴ്ച നിങ്ങൾക്ക് ഏവർക്കും അറിയാം. ഉച്ചയ്ക്ക് 1:30 മുതൽ 3 മണി വരെയുള്ള 1.5 മണിക്കൂർ ദൈർഘ്യ സമയമാകുന്ന രാഹുകാലം. നാം ശുഭകാര്യങ്ങളൊന്നും തന്നെ രാഹുകാലത്ത് അനുഷ്ഠിക്കാറില്ല. നാളത്തെ നക്ഷത്രം അത്ര ശുഭമുള്ള ഒരു നക്ഷത്രമല്ല, പൂരാടം നക്ഷത്രമാണ്. പൂരാടം നക്ഷത്രത്തിൻ്റെ അധിദേവത ജലമാകുന്നു. പലപ്പോഴും പൂരാടം നക്ഷത്രക്കാർ ജലവുമായി ബന്ധപ്പെടുന്ന വ്യാപാരത്തിൽ ഏർപ്പെട്ടാൽ വളരെയധികം ഗുണം ഉണ്ടാകാറുണ്ട്. ആഭിചാര കർമ്മങ്ങൾ ചെയ്യുവാനും പൂരാടം നക്ഷത്രം വളരെ അനുയോജ്യമാണ്. ശത്രുവിനെ സംഹരിക്കുന്ന ലക്ഷ്യത്തിന് ഏറ്റവും നല്ല ഒരു ദിനമാകുന്നു പൂരാടം നക്ഷത്രം. മുപ്പൂരത്തിൽ പെടുന്ന നക്ഷത്രമാണ് പൂരാടം. പൂരാടം പുരുരുട്ടാതി ഒരു ശുഭകാര്യത്തിനും നാം സ്വീകരിക്കാറില്ല. അത് യാത്രയായാലും അല്ലെങ്കിൽ മറ്റ് വിത്തിട്ടാൽ പൊടിക്കാത്ത നക്ഷത്രമെന്നാണ് പറയുക. അതിനാൽ ശുഭകാര്യങ്ങൾ, സാമ്പത്തിക കാര്യങ്ങൾ ഒന്നും തന്നെ നാളത്തെ ദിനം എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ നാളത്തെ നക്ഷത്ര ദിനം ചെയ്യാതിരിക്കുക. നാളെ പൂരാടം നക്ഷത്രത്തിൻ്റെ അധിപനായ ഗ്രഹം ശുക്രനാണ്. ശുക്രൻ ദേവിയാകുന്നു. അതിനാൽ നന്നായി ദേവീക്ഷേത്രത്തിൽ വഴിപാടുകൾ ചെയ്യാം. ഓം ദും ദുർഗായൈ നമഃ എന്ന മന്ത്രം എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് വളരെയധികം ഉപകാരപ്പെടും. നാളെ മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം വ്യാഴാഴ്ചയാണ്. വിഷ്ണുക്ഷേത്ര ദർശനം വ്യാഴാഴ്ച വളരെ ഗുണകരമാണ്. തുളസിമാല ഭഗവാന് വഴിപാടായി സമർപ്പിക്കാവുന്നതാണ്. നാളത്തെ ദിനത്തിൻ്റെ ഒരു വിശേഷത, നാളെ പൗർണമിയാണ്. ചന്ദ്രൻ പൂർണ്ണചന്ദ്രനാണ്. നാളെ പൗർണമിയിലാണ് ചന്ദ്രൻ ഏറ്റവും ബലമുണ്ടാവുക. പക്ഷേ നക്ഷത്രം ഇപ്രകാരമാണ്. അപ്രകാരം തന്നെ ഉച്ചയ്ക്ക് 1:30 വരെ വിഷ്ടികരണമാണ്. വിഷ്ടികാലേ കൃതം കാര്യം വിനാശം ഉപഗച്ഛതി. വിഷ്ടി കരണത്തിൽ ഏറ്റവും ദുർബലമായ, മോശമായ കരണമാകുന്നു. വിഷ്ടികാലത്ത് ചെയ്യുന്ന കർമ്മങ്ങൾ നാശത്തെ പ്രാപിക്കും. 1:30 മുതൽ 3 മണി വരെ രാഹുകാലമാണ്. അതിനാൽ 3:15 വരെയുള്ള സമയം ഒരു വിഷയങ്ങൾക്കും നാളെ അനുയോജ്യമല്ല. എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ നാളെ പ്രാർത്ഥനകളിൽ, വ്രതാനുഷ്ഠാനങ്ങളിൽ മുഴുകുക. അതിലൂടെ നിങ്ങൾക്ക് എല്ലാവിധ അനുഗ്രഹ ആശീസ്സുകളും ലഭിക്കട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. എല്ലാ പ്രിയപ്പെട്ട പൂരാട നക്ഷത്രക്കാർക്കും നിങ്ങളുടെ നാളെയിൽ ശോഭനമായ ദിനം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.